my dear students. Good afternoon. നമ്മുടെ 48ാമത്തെ സെഷനാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ. അതിൽ നമ്മുടെ ഡേറ്റാ സയൻറ്റിസ്റ്റ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡേറ്റാ സയൻറ്റിസ്റ്റിനെ കുറിച്ച് കണ്ടിരുന്നു. അവരുടെ റോളാണ് ബിസിനസ്സിലും സൊസൈറ്റിയിലും എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള കണ്ടിന്യൂഷനാണ് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എംപവറിങ് മാനേജ്മെൻറ്റ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ്. നമ്മുടെ ഡേറ്റാ സയൻറ്റിസ്റ്റ് എപ്പോഴും നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പർ മാനേജ്മെൻറ്റിന് നല്ല ഒരു ട്രസ്റ്റഡ് അഡ്വൈസറായിട്ട് അതുപോലെ നല്ല ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ അപ്പർ മാനേജ്മെൻറ്റിലുള്ള എല്ലാ സ്റ്റാഫിനും അവരുടെ അനാലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് കൂടി ഇംപ്രൂവ് അല്ലെങ്കിൽ എംപവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഡേറ്റാ സയൻറ്റിസ്റ്റ്. ഡേറ്റാ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഡേറ്റയുടെ വാല്യൂസ് ശരിക്കും നല്ല രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പർ മാനേജ്മെൻറ്റിന് നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പം ആ ഡേറ്റാസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഡേറ്റാ സയൻറ്റിസ്റ്റ് പ്രോപ്പറായി മെഷർ ചെയ്ത് ട്രാക്ക് ചെയ്ത് അതിൻ്റെ മെട്രിക്സ് ഒക്കെ പെർഫോം ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റയാണ്. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ട്രെൻഡ്സ്. ഈ ഡേറ്റാ സയൻറ്റിസ്റ്റ് എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷൻ ഡേറ്റയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. അത് ശരിക്കും ആ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് അതിൻ്റെ പെർഫോമൻസ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നമ്മുടെ കസ്റ്റമേഴ്സിനെ ശരിക്കും നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാനും നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, സയൻറ്റിസ്റ്റുകൾ ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ ശരിക്കും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ ഈ ഡേറ്റാ സയൻറ്റിസ്റ്റ് വഴി നമ്മൾ അനലൈസ് ചെയ്യുന്ന ഡേറ്റാസ് അതിൻ്റെ റിസൾട്ട്സുമായിട്ട് വളരെയധികം ഫെമിലിയർ ആക്കി അവരെ അതിൽ വെൽവേഴ്സ്ഡ് ആക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പറയുന്ന എംപ്ലോയീസിന് ശരിക്കും നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചുള്ള നല്ലൊരു ഉൾക്കാഴ്ചയും അവർക്ക് എന്താണ് ആക്ടിവിറ്റീസ് ഉചിതമായിട്ട് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള നല്ല ഒരു നോളേജും ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അവർ അത് വെച്ചുകൊണ്ട് അവരുടെ പ്രോഡക്റ്റ് കേപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്ത് എന്ത് ബിസിനസ് ചാലഞ്ചസ് വന്നാലും അത് നേരിടാൻ പ്രാപ്തരായി മാറുകയാണ് ചെയ്യുന്നത് എംപ്ലോയീസ്. അതാണ് ചാലഞ്ചിങ് ദ സ്റ്റാഫ് ടു അഡോപ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസസ്. പിന്നെ ഐഡൻറ്റിഫൈങ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളുടെ ഡേറ്റാ സയൻറ്റിസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ കറണ്ട് അനാലിറ്റിക്കൽ സിസ്റ്റമൊക്കെ മാറി അതിൽ പുതിയ അഡീഷണൽ മെത്തേഡ്സും അതുപോലെ പുതിയ അനാലിറ്റിക്കൽ അൽഗോറിതംസൊക്കെ ഡേറ്റാ സയൻറ്റിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിലൂടെ പുതിയ പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അഞ്ചാമത്തെ ഒരു റോള് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ക്വാണ്ടിഫയബിൾ ഡേറ്റ. ഇപ്പം ഡേറ്റാ സയൻറ്റിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡേറ്റ ഗ്യാതറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അനലൈസിങ്ങിനെ കുറിച്ചുള്ള യാതൊരു ബോധറേഷനും വേണ്ട. അതിൻ്റെ റിസ്ക് നമുക്ക് ഒഴിവാക്കാം. കാരണം ഇതെല്ലാം ഇവർ തന്നെ കൈകാര്യം ചെയ്തോളും. അവർ ശരിക്കും വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആക്ഷൻസ് ആണ് എടുക്കുന്നത്. പല ഡിഫറെൻറ്റ് മോഡൽസ് ഡേറ്റ അനലിറ്റിക്സിൽ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്കംസ് ആയിരിക്കും അവർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് ഇതിലൂടെ സാധ്യമാവുക ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നമ്മളെ ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ അവരെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് നല്ല നല്ല ഡിസിഷൻസ് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്ന ഡിസിഷൻസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ റോളാണ്. അതായത് ഈ ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച ചേഞ്ചസ് വന്നിട്ടുണ്ടോ, നമുക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഡേറ്റാ സയൻറ്റിസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ടെസ്റ്റിംഗ് ദ ഡിസിഷൻസ്. പിന്നെ ഐഡൻറ്റിഫൈയിങ് ആൻഡ് റിഫൈനിങ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഓർഗനൈസേഷൻസിൽ ഒന്നോ രണ്ടോ സോഴ്സിൽ നിന്നായിരിക്കും കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റാസ് കിട്ടുന്നത്. അതിലും ഒത്തിരി മാനിപ്പുലേഷൻസ് ഒക്കെ ഫോം ചെയ്തിട്ട് നമുക്കത് ശരിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റാതെ അത് വേസ്റ്റായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് വന്നു കഴിഞ്ഞാൽ
അവർ ഈ കസ്റ്റമേഴ്സിനെ കുറിച്ച് പല ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്ത് ഡേറ്റ മൈനിങ് ഒക്കെ നടത്തി ശരിക്കും നമുക്ക് നമ്മളുടെ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറിനെ കുറിച്ച് ഒരു ഇൻഡെപ്ത് നോളേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ശരിയായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ 8ാമത്തെ റോൾ പറയുന്നത് റിക്രൂട്ടിംഗ് ദ റൈറ്റ് ടാലൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് ആവശ്യമായിട്ട് കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ റെസ്യൂംസാണ് കിട്ടുക. ആ റെസ്യൂം വെച്ചുകൊണ്ട് നമ്മൾ കാൻഡിഡേറ്റ്സിൻ്റെ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡേറ്റാ സയൻറ്റിസ്റ്റിന് സപ്പോർട്ട് കിട്ടുകയാണ്. കാരണം ഈ ഡേറ്റാ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വരുന്ന ഓരോ കാൻഡിഡേറ്റ്സും അവരുടെ റെസ്യൂമിലെ ഡേറ്റാസ് ഉപരി സോഷ്യൽ മീഡിയാസിൽ നിന്നും കോർപ്പറേറ്റ് ഡേറ്റാബേസിൽ നിന്നും അതുപോലെ ജോബ് സെർച്ച് വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്ത് ഇവർ റൈറ്റ് ടാലൻ്റ് ഉള്ള പേഴ്സൺ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് തരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വ്യക്തികളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റിക്രൂട്ട് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ ഡേറ്റാ സയൻറ്റിസ്റ്റുകളുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ട് നമുക്ക് നല്ല ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ്. ദ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജൻസ് ഏജൻറ്റ് ഇൻ ഇ ബിസിനസ്. നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ കൺസെപ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആസ്പെക്ട്സിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോവുകയാണെങ്കിൽ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് സെൽഫ് ചെക്കൗട്ട് ക്യാഷ് കൗണ്ടേഴ്സ് നമുക്ക് കാണാം. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എംബെഡഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ട്സിലായാലും നമുക്ക് ഒരുപാട് അഡ്വാൻസ് സെക്യൂരിറ്റി ചെക്ക് സിസ്റ്റംസൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് നമുക്ക് മെഷീൻ ലേണിംഗ് സാധ്യമാവുന്നത്. ദാറ്റ് മീൻസ് ഡേറ്റ അനലൈസ് ചെയ്ത് ആ അനലൈസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്കംസ് തരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ. സോ ഈ ബിസിനസ്സിലായാലും നമുക്ക് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമായിട്ട് വരികയാണ്. പ്രത്യേകിച്ചും ഡേറ്റ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, റിയൽ ടൈമിൽ ഡേറ്റ ഫോം ചെയ്യുമ്പോൾ തന്നെ അതിനെ അനലൈസ് ചെയ്ത് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അപ്പോൾ അത് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടും വളരെ കോമ്പിറ്റൻസി ആയിട്ടുമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ആ രീതിയിൽ നമുക്ക് വളരെയധികം ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ബിസിനസ്സിൽ. ഓക്കെ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇ കോമേഴ്സിൽ എങ്ങനെയൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത് എന്നുള്ളത് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ചാറ്റ് ബോട്ട്സ്. ചാറ്റ് ബോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരുവിധ എല്ലാ ഇ കോമേഴ്സ് സൈറ്റുകളും 24/7 ആയിട്ടാണ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ കാരണം ചാറ്റ് ബോട്ട്സ് ആണ്. ആദ്യമൊക്കെ ചാറ്റ് ബോട്ട്സ് ജസ്റ്റ് കസ്റ്റമർ റിപ്ലൈസ് മാത്രമാണ് തന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നോട് കൂടിയിട്ട് ചാറ്റ് ബോട്ട്സ് ഫുൾ ഫ്ലെഡ്ജ് ആണ്. സോ ദാറ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഏത് സൈറ്റ് വിസിറ്റ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് സാധ്യമാണ്. ഓക്കെ. സോ ഈ പറയുന്ന ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ചാറ്റ് ബോട്ട്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ കയറി ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യാനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്പീച്ച് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ടെക്സ്റ്റിൻ്റെ കോമ്പിനേഷൻ ആയിട്ടോ നമുക്ക് ചാറ്റ് ബോട്ട്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ചാറ്റ് ബോട്ട്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. ആദ്യമൊക്കെ CRMന് ബേസ് ആയിട്ട് വന്നിരുന്നത് HR ആണ്. പക്ഷെ ഇപ്പം നമുക്ക് CRMന് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഒരുപാട് വാസ്റ്റ് ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് അതിലൂടെ നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ കുറിച്ച് ശരിയായ രീതിയിൽ ഇൻഡെപ്ത് നോളേജ് നമ്മളുടെ ഈ പറയുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്.
അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ സെയിൽസ് ടീംസിന് നമ്മളുടെ കറക്റ്റ് ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കി അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരായിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനായിട്ടും അവർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇംപ്ലിക്കേഷനാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT. നമ്മുടെ ലൈഫിൻ്റെ ഒരുവിധ എല്ലാ എലമെൻറ്റ്സിലും IoT കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഇതിലെല്ലാം നമ്മൾ IoT സിങ്ക്രണൈസ് ചെയ്തിട്ടായി കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ്റെ പ്രോഗ്രാമിംഗ്, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ്സിൻ്റെ പ്രോഗ്രാമിംഗ്, ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൻ്റെ പ്രോഗ്രാമിംഗ്, ഈവൻ നമ്മൾ കാറിലുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ IoTയുടെ ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും IoT കാണുന്നുണ്ട് അല്ലേ. ശരിക്കും ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ ജീവിതത്തിലേക്ക് IoT കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ സിറ്റി ട്രാഫിക് ലൈറ്റ്സ് മോണിറ്റർ ചെയ്യുന്നത് IoT ആണ്. ഈവൻ നമ്മുടെ എയറിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതും IoT ആണ്. നമ്മുടെ ബിസിനസ് ടു ബിസിനസ്സിലെ റീറ്റെയിലേഴ്സിനും ബിസിനസ് ടു കസ്റ്റമർ റീറ്റെയിലേഴ്സിനൊക്കെ ഈ പറയുന്ന IoTയുടെ റെവല്യൂഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ IoT എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ.